ഹലോ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കേട്ടോ. സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ളത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിലും ഇങ്ങനൊരു സ്റ്റേജ് പ്രോഗ്രാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മഴവിൽ മനോരമയുടെ മഴവിൽ ആർമാദം എന്ന ഷോയ്ക്ക് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കെ സ്ക്വാഡ് ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തി. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കെ സ്ക്വാഡിൽ നിന്ന് എല്ലാവരെയും ട്രാവലറിൽ കൊണ്ടുപോയിരുന്നു ചെയ്തത്. പക്ഷെ ഇത് അങ്കമാലി അഡ്ലക്സിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇല്ലത്ത് അടുത്താണ്, ഞങ്ങൾ ചാലക്കുടിയാണല്ലോ, അപ്പൊ അതിന്റെ അടുത്ത് വെച്ചിട്ടാണ്. അത് കാരണം കൊണ്ട് ഞാനും സൂര്യചേട്ടനും ജുഗനും കൂടെ പോയിട്ട് അവര് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി അവരുടെ കൂടെ കൂടി അങ്ങനെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഓൾറെഡി കുറച്ച് കഴിച്ചിട്ടാണ് വന്നത്. എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്നൊന്നും അറിയില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ലഞ്ച് ഉണ്ടോ എന്താ സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ. അപ്പൊ അത് കാരണം കൊണ്ട് അറിയില്ല. അത് കഴിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, അങ്ങനെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ അവിടെ അതൊരു മ്യൂസിക്കൽ ഷോ ആയിരുന്നു. അപ്പം അവിടെ കുറച്ച് സ്റ്റേജ് മൈക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളും വോയിസ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹരിചരൺ ഉണ്ടായിരുന്നു, സിത്താര ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ വോയിസ് ടെസ്റ്റ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേക്കപ്പ് ചെയ്യല, കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്തു. അപ്പം അടിപൊളി പ്ലാൻഡ് ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും. ഒരു 10-15 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അറ്റ് എ ടൈമിൽ ഒരു 10 പേർക്ക് മേക്കപ്പ് ചെയ്യാനും ഹെയർ ചെയ്യാനൊക്കെ അവിടെ നിന്നിട്ട് പറ്റൂ കേട്ടോ. അതുപോലെ തന്നെ ആ ടൈമിൽ നമുക്ക് കോസ്റ്റ്യൂം റെഡി, അവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആൾക്കാർ വരും. നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും കോസ്റ്റ്യൂമിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ അപ്പം തന്നെ റെഡിയാക്കി തരും. നമുക്ക് 2 കോസ്റ്റ്യൂം ആയിരുന്നു. നേരത്തെ കണ്ട ഓറഞ്ചും പിന്നെ ഈ കാണുന്ന കോസ്റ്റ്യൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പ്രോഗ്രാം മ്യൂസിക് ഷോ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെല്ലാം റെഡിയായി സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെന്ന്, അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെയാണ്. ഇത് എല്ലാം ആ സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ അപ്പം ശരിയാക്കി തരും. അങ്ങനെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇത് നമ്മൾ ബാക്കിലുള്ള TV-യിൽ കാണുന്ന ഡാൻസ് ആണ്. അതാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേജിന്റെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ വേണമെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ എടുക്കാം. ഇതിപ്പോ ബാക്കിൽ കാണുന്ന TV-യിൽ നിന്നുള്ള സീനുകളാണ് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 10-10:30 ആയിട്ടുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഡിന്നർ അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. അപ്പം ഞാൻ ചാലക്കുടിക്കാണ് തിരിച്ചു പോണത്. അമ്മയും അച്ഛനും സൂര്യചേട്ടനും ജുഗനും ഒക്കെ കൂടെ പരിപാടി കാണാൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ സമയത്ത് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാലക്കുടിക്ക് അവരുടെ ഒപ്പം പോയി. ബാക്കിയുള്ളവർ എറണാകുളത്തേക്ക് തിരിച്ചു പോയി കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കൊമ്പിടിയിൽ നിന്ന് തട്ടുദോശയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. അത് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ബ്ലോക്ക് ആയിരുന്നു ആ ദിവസം. നമ്മുടെ ചാലക്കുടിക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കൊമ്പിടിക്ക് പോയിട്ട് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പം പിന്നെ തിരിച്ചെത്തി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കളഞ്ഞ് കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരു ഓവർവ്യൂ മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പരിപാടിയെല്ലാം അടിച്ചു പൊളിച്ചു അടിപൊളിയായി. അപ്പോൾ സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.